ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ദാ ഇന്ന് വീണ്ടും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും സുഖം പുറത്തേക്ക് ഇറങ്ങുന്ന. ഇവിടെ ആകുമ്പോൾ നല്ലൊരു കാലാവസ്ഥ. പട്ടാണിക്കടലേ അവിടെ നോക്കട്ടെ, ഇപ്പോൾ വരാം. കട്ട എടുക്കാം. ഞാനേ പിന്നെ മുറ്റടിച്ച് തരാൻ ചൂലേന്ന് പറയുന്ന സാധനമല്ല. അപ്പോൾ ഒന്ന് വയലിലേക്ക് ഇറങ്ങി നോക്കിയാൽ രണ്ട് പട്ട കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങിയതാട്ടോ. വീട്ടിലിരുന്നിട്ടാണ് തോന്നിട്ട് തലം തൂവാന്ന്. അപ്പോൾ നമ്മൾ മിനിയാന്ന് വന്ന് നോക്കിപ്പോയ ഒന്ന് രണ്ട് സ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഉണ്ടോയെന്ന് നോക്കുക ഞാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ ഓളെന്ന ബെല്ലൈക്കൻ ഒന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് പോണ വയലും മലയും, ഈ മല എന്ന് പറയാൻ കിട്ടുന്നില്ല, മല ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ദേ ഞാൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കാടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലിപ്പം എവിടെയോ സാധനം ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. പക്ഷെ നല്ല സുഖാട്ടോ, തണുപ്പാണ്. അതോണം വെയിൽ അധികം താഴോട്ട് ഇറങ്ങൂലല്ലോ, വെയിൽ മരമുള്ളതുകൊണ്ട്. കണ്ടോ, ഒക്കെ മരമാണ്. അപ്പോൾ കുട്ടിപ്പട്ടാളസൊക്കെ ഉണ്ട് കൂടെ, എല്ലാം മുന്നിൽ നടക്കുക കേട്ടോ. അപ്പം ഞാനൊരു കത്തിയൊക്കെ ആയിട്ടാണ് നടക്കണത്. വല്ല പട്ടയും കിട്ടുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മരം കഴിയുമ്പോൾ എന്താ വെയിലെന്നാ. അവിടെ റോഡൊക്കെ നല്ല അടിപൊളിയാക്കി കേട്ടോ. ഇതിപ്പോൾ ഉണ്ടോ, മിനിയാന്ന് JCB വന്നെങ്ങാൻ റോഡൊക്കെ ക്ലിയറാക്കി പോയതാ. മറ്റു വല്ല പുല്ലും കാടൊക്കെ അതിന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ മുന്നിൽ പോകുന്നുണ്ട് കണ്ടാ, കുട്ടിപ്പട്ടാളസും. പിന്നെ ഇവിടെ നമ്മളെ നോളജ് സിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി പണി നമ്മളെ വീടിൻ്റെ അടുത്താണ്. അതിൻ്റെ തോട്ടം അതൊക്കെ ഇവിടെ വലിയ ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട്. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ. അതാ അവിടെ പണിക്കാരെ കാണുന്നുണ്ടോ, എൻ്റെ അമ്മയൊക്കെ കാണത്. എൻ്റെ അമ്മ അവിടെ പണിക്കാരെ കൊണ്ട് വാഴ നടിക്കും. അവിടെ വയൽ നമ്മളോട്, ഈ കാണുന്ന വയൽ നമ്മളെ അനിയത്തിൻ്റെ വയലാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഈ കാണുന്നതാണ് നമ്മളെ നോളജ് സിറ്റിൻ്റെ പുതിയ ബിൽഡിങ് വരുന്നത് കേട്ടോ. ഒരേ ഇതാണ്, കാണുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത് വലിയ മതിലതുണ്ടോ, ഈ ഭാഗം വലിയ മതിലിട്ടിരിക്കുന്നു. മറ്റാദ്യമൊക്കെ നമുക്ക് ഓടിപ്പഞ്ഞങ്ങ് കയറാൻ, ഇപ്പോൾ ഒരു മതിലെട്ടി പൊക്കി. അപ്പോൾ കണ്ടോ, പണിയൊന്നും കഴിഞ്ഞില്ല. കാണുന്നുണ്ടോ, കണ്ടോ? അപ്പോൾ ഇത് ഇതിൻ്റെ അനിയത്തിൻ്റെ വയലാട്ടോ. ഇവിടെ കൃഷിയൊക്കെ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷിയൊക്കെ എൻ്റെ ഉമ്മയാണ് ചെയ്യുന്നത്. പയറിട്ടിക്കോ. ഇനി കത്തിയെടുത്ത് കാണാൻ കളിക്കുന്ന ഞങ്ങൾ കൊണ്ട്. അങ്ങനെ വയലിൽ വന്ന് ഞങ്ങൾ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ലെങ്കിലും കുറച്ച് തേങ്ങയും കുറച്ച് ഇളനിയൊക്കെ പറിച്ചതാ, വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ കുത്തിരിക്കട്ടോ. ഇതെല്ലാം കാണുന്നത് എൻ്റെ വയലാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കിവിടെ വയലേ ഇല്ല. പക്ഷേ ഇതാ എൻ്റെ മമ്മിയുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. മമ്മിയുടെ കയ്യിലാണ് ഇതെല്ലാം. അങ്ങനെ പോയ കാര്യമൊന്നും ശരിയായില്ല. പക്ഷേ എന്താ വെയിലെന്നറിയാതാ, കണ്ടോ, വെയിലാണ് നിങ്ങൾ ഈ കാണുന്നത് മക്കളെ. കൊയങ്ങി ഞങ്ങളിവിടെ എത്തി വെക്കും. അപ്പോൾ ഏതായാലും പോയതല്ലേ വിചാരിച്ചതാ. കാണുന്നുണ്ടോ, എൻ്റെ മുളകിൻ്റെ തിരിയൊക്കെ വയലിൽ നിന്ന് കൊണ്ടുവന്ന് ചട്ടിയിൽ നട്ടച്ചൊക്കെ ഉണ്ടാവുമെന്നറിയില്ല, എന്നാലും നട്ടേക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ചന്തക്ക് പോയി എന്നൊക്കെ പറയില്ലേ, അതേപോലെ
ചന്തക്ക് പോയിട്ടൊന്നും കൊണ്ടുവരാണ്ട് പോന്ന്. വെയിൽ സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാനില്ല, തടിക്ക് വെയിൽ താങ്ങാനേ കഴിയില്ല. അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.